കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ജുഡീഷ്യൽ റിമാൻഡിലുള്ള മുഖ്യപ്രതി അനിൽകുമാറിനായി പോലീസ് ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ അനിൽകുമാർ ആണെന്ന് റിമാൻഡ് റിപ്പോർട്ടുണ്ട്. വിശദാംശങ്ങളുമായി അജി വീണ്ടും ചേരുകയാണ്. അജി, കളമശ്ശേരി ജനന സർട്ടിഫിക്കറ്റ് കേസ് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇന്നലെ അനിൽകുമാറിനെ തമിഴ്നാട് മധുരയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പിന്നീട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള കസ്റ്റഡി അപേക്ഷ നൽകും എന്നാണ് വിവരം. ഏത് തരത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് ഇപ്പോൾ പോകുന്നത്? ഭദ്ര, കളമശ്ശേരി മെഡിക്കൽ കോളേജ് വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന അനിൽകുമാറിനെ ഇന്നലെയാണ് മധുരയിൽ നിന്നും തൃക്കാക്കര ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത്. ഇയാളെ ഇപ്പോൾ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇന്ന് കോടതി അവധിയായതിനാൽ തന്നെ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ മാധ്യമപ്രവർത്തകരോട് ഇയാളെ തൃക്കാക്കര ACPയുടെ മുന്നിൽ ഹാജരാക്കിയപ്പോൾ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡോക്ടർമാർക്ക് പങ്കുണ്ട് എന്നും ജാമ്യം ലഭിച്ചതിന് ശേഷം എല്ലാം പ്രതികരിക്കാമെന്ന തരത്തിലായിരുന്നു ഈ അനിൽകുമാർ വെളിപ്പെടുത്തിയത്, മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. എന്നാൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറ്റാർക്കും ഈ കേസുമായി പങ്കില്ല, താൻ മാത്രമാണ് ഇതിനകത്തുള്ളത്. പലരുടെ കയ്യിൽ നിന്നായി പണം വാങ്ങിയിട്ടുണ്ട്, നിരവധി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്, പലതവണയായി പലരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിയത് അക്കൗണ്ട് വഴിയാണ് എന്നാണ് അനിൽകുമാർ പോലീസിന് നൽകിയ വിവരം. ഭദ്ര, അദ്ദേഹത്തെ അതുപോലെ തന്നെ അദ്ദേഹത്തെ എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കുക? ഇന്നിപ്പോൾ കോടതി അവധിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഭദ്ര, അന്വേഷണ സംഘം ഇന്നലെ തന്നെ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി. കോടതി 14 ദിവസം അനിൽകുമാറിനെ റിമാൻഡ് ചെയ്തിരുന്നു. ഇന്നലെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ അനിൽകുമാറിനെ ഹാജരാക്കി വൈദ്യപരിശോധന അടക്കം ചെയ്തതിനു ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷമാണ് 14 ദിവസത്തെ റിമാൻഡിലേക്ക് അനിൽകുമാറിനെ വിട്ടത്. ഭദ്ര, ശരി അജി. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ജുഡീഷ്യൽ റിമാൻഡിലുള്ള മുഖ്യപ്രതി അനിൽകുമാറിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. സംഭവത്തിൽ മുഖ്യ സൂത്രധാരൻ അനിൽകുമാർ ആണെന്നാണ് റിമാൻഡിൽ പറയുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെതിരായ ആരോപണങ്ങൾ കള്ളമാണെന്ന് അനിൽകുമാർ തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. അതേസമയം ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നായിരുന്നു ആദ്യം ലഭിച്ചിരുന്ന വിവരം. എന്നാൽ ഇന്ന് കോടതി അവധിയായതിനാൽ മറ്റു വിവരങ്ങൾ അടുത്ത മണിക്കൂറുകളിൽ ലഭ്യമാകും.